ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ വിലയിലുള്ള ചെടികളാണ് നമ്മുടെ അടുത്തുള്ളത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. DTDC കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ഇതിൽ ആദ്യത്തെ പ്ലാന്റ് സിങ്കോണിയമാണ്. റെഡും ഗ്രീനും വൈറ്റും കൂടി കലർന്ന ലീഫാണ് ഇതിനുള്ളത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഗ്രീൻ കളർ അരേലിയാണ്. 35 രൂപയാണ്. ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇത് ഫൈക്കസ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അടുത്തത് ഒരു അരേലിയാണ്. യെല്ലോ കളർ അരേലിയ. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാം. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഷഫറള്ള പ്ലാന്റ് എന്ന് പറയും. നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 100 രൂപയാണ് ഈ പ്ലാന്റിന്. ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു സിങ്കോണിയമാണ്. വെരിഗേറ്റഡ് സിങ്കോണിയം. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ചെറിയ ചെറിയ വരകളോടുകൂടിയ ലീഫാണിതിന്. ഇതൊരു കലാത്തിയാണ്. യെല്ലോ ഷെയ്ഡാണ് ഈ കലാത്തിയയ്ക്ക്. 40 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. ഇത് വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 120 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമയാണ്. റെഡ് കളർ അഗ്ലോണിമ. 190 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. നല്ല ഭംഗിയുള്ള അഗ്ലോണിമയും നല്ല വലിപ്പമുള്ളതുമാണ്. ഇത് ബിഗ് റോയ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. 130 രൂപയാണ് ഈ ബിഗ് റോയ് എന്ന് പറയുന്ന അഗ്ലോണിമയ്ക്ക്. ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമയാണ്. 70 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. ഗ്രീനും ഒരു ആഷ് കളറും കൂടിയ ഒരു അഗ്ലോണിമയാണ്. ഇതൊരു ഫേണാണ്. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ബട്ടൺ ഫേണാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ബിഗോണിയാണ്. നല്ല വലിപ്പമുള്ളതാണ്. നല്ല മെറൂൺ ഷെയ്ഡാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ജിഞ്ചർ കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ബാമ്പു ആണ്. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. 50 രൂപയാണ് ഇതിന്. ഇതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. നേരത്തെ ഇത് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. 60 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമയാണ്. റെഡ് കലർന്ന ഒരു അഗ്ലോണിമയാണ്. 90 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. ഇത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ്. നല്ല വലിപ്പമുള്ള അഗ്ലോണിമയാണ്. നല്ല ഭംഗിയുള്ളതുമാണ്. 80 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. 10 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് വെട്ടി നിർത്തുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി. ഇതൊരു ചെമ്പരത്തിയാണ്. വൈറ്റ് കളർ ലീഫാണ് ഇതിൻ്റെ ലീഫിനെല്ലാം. 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. 50 രൂപയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. 35 രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക്. ഇത് എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഫ്ലവറെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ആന്തൂറിയമാണ്. റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 150 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു റിയോ പ്ലാന്റാണ്. ഇതിൽ ലീഫിന് താഴെ നല്ല വയലറ്റ് കളറാണ്. 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. 40 രൂപയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത്. ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 60 രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക്. ഇത് ഫിലോഡെൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റാണ്. ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ്. അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. ഇത് വൈറ്റ് കളറ് അഗ്ലോണിമയാണ്. 90 രൂപയാണ് ഈ അഗ്ലോണിമ. ഇതും ഒരു ബാമ്പു തന്നെ. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാമ്പുവാണ്. 40 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. നല്ല മെറൂൺ ഷെയ്ഡാണ്. ഇത് വെട്ടി നിർത്തുമ്പോഴാണ് ഇതിന് ഭംഗി.
ഇതൊരു പീലിയ പ്ലാന്റ് ആണ്, 30 രൂപയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. ഇതൊരു അഗ്ലോണിമയാണ്, 70 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് പിങ്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ്, 100 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ്, നല്ല ആഷ് കളറാണ്, 60 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്, 20 രൂപയാണ് ഇതിന്. ഇത് ഡിഫൻബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണ്, 40 രൂപയാണ് ഈ ഡിഫൻബാച്ചിയയ്ക്ക്. ഇത് ഒരു അഗ്ലോണിമ തന്നെയാണ്, ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്, 70 രൂപയാണ് ഇതിന്. ഇത് ചെറിയ സൈസ് അഗ്ലോണിമയാണ്, 40 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. ഇതൊരു ലില്ലിയാണ്, റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്, 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ, നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ക്രോട്ടൺ പ്ലാന്റാണ്, 35 രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന്. നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇതൊരു ഡ്രസീന പ്ലാന്റാണ്, 80 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്, 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ജിഫിയിലുള്ള ഒരു പ്ലാന്റാണ്. ഇത് വലുതാവുമ്പോൾ ഇതുപോലെ റെഡ് കളറായിരിക്കും, 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ്, യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് 35 രൂപയാണ്. യെല്ലോ ഗ്രീനും യെല്ലോയും ഓറഞ്ചും കലർന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഇത് നല്ല ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പ്ലാന്റ്സ് ആണ്, 35 രൂപയാണ്. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരാറുണ്ട്. ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും, 80 രൂപയാണ്. ഇത് എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട്, 60 രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിന്. സിങ്കോണിയമാണിത്, 35 രൂപയാണ് ഈ സിങ്കോണിയം. അത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി. ഇത് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, 20 രൂപയാണ്. ഇതൊരു കലേഡിയമാണ്, ഗ്രീനിൽ ചെറിയ ഡോട്ടോടുകൂടിയ കലേഡിയത്തിന് 40 രൂപയാണ്. ഇത് ഒരു കലേഡിയം തന്നെയാണ്, 50 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റാണ്, 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ക്രോട്ടൺ പ്ലാന്റാണ്, 20 രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന്. നല്ല യെല്ലോ ഷെയ്ഡാണ്, ചെറിയ ലീഫാണ് ഇതിന്. ഇതൊരു അരേലിയാണ്. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും, 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്, നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ്, 90 രൂപയാണ്. വെരിഗേഷനൊക്കെ വന്നു തുടങ്ങുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ബിഗോണിയാണ്, ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബിഗോണിയയ്ക്ക് 50 രൂപയാണ്. ഇതും ഒരു ബിഗോണിയ തന്നെയാണ്, നല്ല മെറൂൺ ഷെയ്ഡുള്ള ലീഫിൽ വൈറ്റ് ഡോട്ടുള്ള ഈ ബിഗോണിയയ്ക്ക് 50 രൂപ തന്നെയാണ്. ഇതൊരു അരേലിയാണ്. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും, 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ചെത്തിയാണ്, റെഡ് കളർ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത്, 50 രൂപയാണ് ഈ ചെത്തിക്ക്. നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റാണ്, 35 രൂപയാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും വയ്ക്കാം, അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്, 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം, 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഒരു ഫിലോഡെൻഡ്രോൺ ആണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്, 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ്, 80 രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക്. ഇതൊരു ബിഗോണിയാണ്, പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു ബിഗോണിയാണ്, 30 രൂപയാണ് ഈ ബിഗോണിയയ്ക്ക്. ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ലീഫിന് നല്ല ഭംഗിയാണ്, 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയാണ്, 30 രൂപയാണ് ഈ ബിഗോണിയയ്ക്ക്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ഡ്രസീന പ്ലാന്റാണ്. ഇതിന് സൈഡിൽ നല്ല റോസ് കളർ തെളിഞ്ഞു വരാറുണ്ട്, വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ഭംഗി. ഇതിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ്. ഇതും ഒരു ഡ്രസീന പ്ലാന്റ് തന്നെയാണ്, 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റാണ്, 40 രൂപയാണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇത് ഒരു ബിഗോണിയ തന്നെയാണ്, ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട്, 30 രൂപയാണ് ഈ ബിഗോണിയയ്ക്ക്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്, നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റിന് 90 രൂപയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. ഇതൊരു സിങ്കോണിയം തന്നെയാണ്, 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, 35 രൂപയാണ് ഈ പ്ലാന്റിന്.
ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകളെല്ലാം വരുന്നത്. ഇതൊരു മിൽക്കി ബാമ്പു ആണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റാണ്. 25 രൂപയാണ്. നല്ല ഗ്രീൻ കളറാണ് ഇതിന്. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമയാണ്. ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് 35 രൂപയാണ്. ഇതൊരു കലാത്തിയയാണ്. അത്യാവശ്യം വലിപ്പമുള്ള കലാത്തിയ തന്നെയാണ്. 50 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇതൊരു സിങ്കോണിയമാണ്. ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് 35 രൂപയാണ്. ഇതും ഒരു സിങ്കോണിയം തന്നെയാണ്. നാരോ ലീഫാണ്. 40 രൂപയാണ് ഈ സിങ്കോണിയത്തിന്. ഇതെല്ലാം നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ബോർഡറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബാമ്പു ആണ്. വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിൽ 2 സൈഡിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലേഡിയമാണ്. നല്ല ഗ്രീനിൽ നല്ല റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റാണ്. 35 രൂപയാണ്. ഇതൊരു പെൻറ്റാസ് ആണ്. റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. 35 രൂപയാണ്. ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ്. ഇത് നമുക്ക് ബോർഡറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് യുജീനിയ പ്ലാന്റാണ്. പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത്. റെഡ് കളറാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു കലാത്തിയയാണ്. 60 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇതും ഒരു കലാത്തിയ തന്നെയാണ്. നല്ല പൊക്കം വയ്ക്കുന്ന ഒരു കലാത്തിയ കൂടിയാണ്. 80 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇത് ബ്ലീഡിംഗ് ഹേർട്ട് എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. വൈറ്റ് കളറിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 40 രൂപയാണ്. ഇത് റിയോ പ്ലാന്റ് പോലെ തിക്കാവുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും വയ്ക്കാൻ പറ്റും. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് പെൻറ്റാസ് ആണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അഗ്ലോണിമയാണ്. നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പുതിയ ലീഫെല്ലാം നല്ല റെഡ് കളർ ആയിട്ടാണ് വരുന്നത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ഹാങ്ങിങ് ബിഗോണിയ എന്ന് പറയുന്ന ഇതാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിനും. ഇത് ലോറ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റാണ്. പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത്. റെഡ് ഷെയ്ഡാണ്. റെഡ് കളർ ഫ്ലവറും ഇതിലുണ്ടാകാറുണ്ട്. ഇതൊരു സിങ്കോണിയമാണ്. വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് 35 രൂപയാണ്. ഇത് യെല്ലോയിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഒരു സിങ്കോണിയമാണ്. 35 രൂപയാണ് ഇത്. ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ്. 40 രൂപയാണ് ഈ സിങ്കോണിയത്തിന്. ഇത് ബ്ലാക്ക് കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ് ഇതിന്. ഇതൊരു ഫിലോഡെൻഡ്രോണാണ്. ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. 40 രൂപയാണ്. നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റിന്. ഇതൊരു സിങ്കോണിയമാണ്. ചോക്ലേറ്റ് കളർ സിങ്കോണിയം. പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ക്രോട്ടൺ പ്ലാന്റാണ്. 35 രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന്. അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു കലാത്തിയയാണ്. 40 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. 40 രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയേക്കും. അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 25 രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന്. മുറികൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. മുറിവിലെല്ലാം വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും. 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഇതിൻ്റെ 1 ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. 40 രൂപയാണ്. വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഇതൊരു റിയോ പ്ലാന്റ് ആണ്. ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ്. ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ബോർഡറായിട്ടും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. 20 രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന്. ഇത് എപ്പീസിയ പ്ലാന്റ് ആണ്. വയലറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 50 രൂപയാണ് ഈ എപ്പീസിയയ്ക്ക്. നല്ല ഡാർക്ക് ഗ്രീനാണ്. ഇതൊരു ഭംഗിയുള്ളൊരു എപ്പീസിയാണ്. റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് യെല്ലോ കളർ ഫ്ലവറാണ് ഈ എപ്പീസിയയ്ക്ക്. അടുത്തത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീസിയാണ്. ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീസിയാണ്. നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ കൂടിയാണ്.
പിങ്ക് കളർ ഷെയ്ഡ് ഉണ്ടാകുന്ന എപ്പീസയ്ക്ക് റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് നല്ല മെറൂൺ ഷെയ്ഡാണ്, അതിൽ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.